നടേശന് അല്ലെങ്കിലും ഗണേഷ് കുമാറിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്തായാലും ഇപ്പോൾ ഈ ഒരു അവസരം നല്ല രീതിയിൽ വിനിയോഗിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഭംഗിയായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിസഭ, ആ മന്ത്രിസഭയുടെ പുഴുക്കുത്ത് എന്നാണ് ഗണേഷ് കുമാറിനെ വെള്ളാപ്പള്ളി നടേശൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. തീർന്നില്ല, ഇത്രയും തറവേല കാണിച്ച മറ്റൊരു മന്ത്രിയില്ല. ഭാര്യ പരാതി പിൻവലിച്ചു എന്നതുകൊണ്ട് കാര്യമായില്ല. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗണേഷ് കുമാറിനെതിരെ നടപടി വേണം എന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ആവശ്യം. മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോഴെങ്കിലും ഒരു നിലവാരം പുലർത്താൻ അദ്ദേഹം ബാധ്യസ്ഥരാണ്. ഇത്രയും വഷളായ, ഇത്രയും തറ പ്രവൃത്തി കാണിച്ച മറ്റൊരു മന്ത്രി ഉണ്ടായിട്ടില്ല എന്നും അതുകൊണ്ട് ജനങ്ങൾക്ക് തൃപ്തികരമായ തീരുമാനം മുഖ്യമന്ത്രി എടുക്കണം എന്നാണ് വെള്ളാപ്പള്ളിയുടെ ആവശ്യം. അദ്ദേഹത്തിന് പെണ്ണിനോടും പൊന്നിനോടും ഏറെ ഇഷ്ടമാണ്. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്ന ഇവൻ ശുംഭനോ ശുനകനോ ആണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറയാൻ സാധിക്കില്ല. കുറെ കൂടി മാന്യമായി പൊതുപ്രവർത്തനം നടത്തേണ്ടതിന് പകരം മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് ഇത്രയും വഷളായ പ്രവൃത്തി കാണിച്ചൊരു മന്ത്രി വേറെ ഉണ്ടാകില്ല. മന്ത്രി ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഭാര്യ പരാതി പിൻവലിച്ചു എന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. സമൂഹത്തിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കാണിക്കേണ്ട ചില മാന്യതയുണ്ട്, മര്യാദയുണ്ട്. ഭംഗിയായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രിസഭയുടെ പുഴുക്കുത്താണ് ഗണേഷ് കുമാർ. ധാർഷ്ട്യവും ആഡംബിത്തരവുമാണ് വാക്കിലും പ്രവൃത്തിയിലും ഉള്ളത് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. 5000 പേരെ പ്രണയിക്കുന്നെന്ന് തലയിൽ ആൾതാമസമുള്ള ഒരാൾ പറയുമോ? അങ്ങനെ അല്ലാത്തവർ പൊട്ടന്മാരും ഷണ്ടന്മാരുമാണ് എന്നാണ് പറയുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. കേരളത്തിലെ സർക്കാരിനുണ്ടായ വലിയ അപചയമായി പോയി ഈ സംഭവം. പരാതി പിൻവലിച്ചു എന്നതുകൊണ്ട് കേസ് ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് തൃപ്തികരമായ തീരുമാനം മുഖ്യമന്ത്രി എടുക്കണം എന്നാണ് വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടത്. മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ ഒരാൾ പാലിക്കേണ്ട മര്യാദയും മാന്യതയും ഗണേഷ് കുമാറിന് ഇതുവരെ അറിയില്ല എന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. പല ഭാര്യമാരായി അവസാനം വന്ന ഭാര്യയോടും നീതി കാണിച്ചില്ല. പെണ്ണിനോടും പൊന്നിനോടും ഇയാൾക്ക് വലിയ ഭ്രമമാണ്. 5000 പ്രണയിനികൾ ഉണ്ട് എന്ന മന്ത്രിയുടെ പ്രസ്താവനയും വെള്ളാപ്പള്ളി പരിഹസിച്ചു. ബുദ്ധിയുള്ള ആരെങ്കിലും ഇങ്ങനെ പറയുമോ എന്നും ഇയാളെ ഊളംപാറയിലേക്ക് അയക്കണമെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. സ്വന്തം നിലയിൽ ആളുകളെയും ക്യാമറയും വെച്ച് നമ്പർ 1 മന്ത്രി എന്ന് പത്രങ്ങളിൽ വരുത്തിച്ച് ഇമേജ് ഉണ്ടാക്കാനാണ് ഗണേഷ് പലപ്പോഴും ശ്രമിച്ചത് എന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗണേഷ് കുമാർ ഇടത് ഭരണത്തിലെ കുഴുത്തിരുമ്പാണ് എന്ന് വെള്ളാപ്പള്ളി വിമർശിച്ചത്. എല്ലാവരുമായി പ്രശ്നമുണ്ടാക്കുന്ന ആളാണ് ഗണേഷ് കുമാർ. സ്വന്തം അച്ഛനുമായും സഹോദരിയും ഭാര്യയുമായും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. രാഷ്ട്രീയത്തിലും പലരെയും ചതിച്ചു. ഉമ്മൻചാണ്ടിയും അതിൽ ഉൾപ്പെടുന്നു. ഇത്രയും ധാർഷ്ട്യത്തോടെ മറ്റൊരു മന്ത്രി പെരുമാറുമോ എന്ന് ചോദിച്ച വെള്ളാപ്പള്ളി രാഷ്ട്രീയത്തിലെ ചതിയൻ ചന്തുവാണ് ഗണേഷ് കുമാർ എന്നും ആരോപിച്ചു. ഗതാഗത വകുപ്പിൽ തുഗ്ലക് പരിഷ്കാരമാണ് ഗണേഷ് നടത്തിയത് എന്നും സാർ ചക്രവർത്തിമാരുടെ സ്വഭാവമാണ് ഗണേഷിനെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജി സുധാകരന് സീറ്റ് നൽകണമായിരുന്നു എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സുധാകരൻ ജനസ്വാധീനമുള്ള നല്ല നേതാവാണ്. അദ്ദേഹത്തെ പാർട്ടിയോടൊപ്പം നിർത്തുന്നത് നല്ലതായിരിക്കും. അദ്ദേഹത്തിന്റെ പരാതി പാർട്ടി കേൾക്കണം, പ്രശ്നങ്ങൾ പാർട്ടി പറഞ്ഞു തീർക്കണം. അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിരുന്നുവെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, സീറ്റ് കൊടുക്കണമായിരുന്നു എന്നാണ് അഭിപ്രായം. അദ്ദേഹം UDF-ലേക്ക് പോകുന്നത് ആത്മഹത്യാപരമാണ് എന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.